പണക്കാരൻ വീണ്ടും പണക്കാരനാവുന്നത് അയാൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടൊന്നല്ല, അയാളുടെ പണം അയാളെക്കാൾ വേഗത്തിൽ അധ്വാനിക്കുന്നുകൊണ്ടാണ്. പണം കൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിൽ പലരും പണം ആവശ്യമായി വരുമ്പോൾ കയ്യിലുള്ള സ്വർണ്ണമോ മ്യൂച്വൽ ഫണ്ടോ വിൽക്കാറാണ് പതിവ്. എന്നാൽ അത് വിൽക്കാതെ തന്നെ അവ പണയം വെച്ച് ബാങ്കിൽ നിന്ന് നമുക്ക് പണം എടുക്കാം. ഇതിനാണ് ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പഴയ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വളർന്നുകൊണ്ടേയിരിക്കും, അതേസമയം തന്നെ നിങ്ങൾക്ക് പുതിയൊരു പണം കയ്യിൽ വരികയും ചെയ്യും. ഇതിലെ യഥാർത്ഥ മാജിക് എങ്ങനെയാണ്? നിങ്ങൾ ബാങ്കിൽ നിന്ന് സ്വർണ്ണമോ മ്യൂച്വൽ ഫണ്ടോ പണയം വെച്ച് ഒരു 9% പലിശക്ക് ലോൺ എടുക്കുന്നു. ഈ പണം ഉപയോഗിച്ച് 12-15% ലാഭം തരുന്ന മറ്റൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാങ്ക് പലിശ കഴിഞ്ഞ് ബാക്കി വരുന്ന 6% ലാഭം നിങ്ങളുടെ പ്രോഫിറ്റ് ആണ്. അതായത് കയ്യിൽ നിന്ന് പുതിയൊരു രൂപ പോലും മുടക്കാതെ നിങ്ങളുടെ അസറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് രണ്ട് സൈഡും മൂർച്ചയുള്ള ഒരു വാളാണ്. നിങ്ങൾ പണയം വെച്ച അസറ്റിന്റെ വാല്യൂ മാർക്കറ്റ് ഇടുകയാണെങ്കിൽ ബാങ്ക് നിങ്ങളോട് കൂടുതൽ പണം ചോദിക്കും. അതുപോലെ നിങ്ങൾ പുതിയതായി ഇൻവെസ്റ്റ് ചെയ്തിടം നഷ്ടത്തിലായാൽ അതും ഒരു വലിയ ബാധ്യതയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റിനെ കുറിച്ച് നല്ല അറിവുള്ളവർ മാത്രം ഈ കളിക്കിറങ്ങുന്നതാണ് ഉചിതം. പുതിയ വീഡിയോയ്ക്കായി ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.